സ്കൂൾ PTA ഫണ്ട് എന്ന പേരിൽ വിദ്യാർത്ഥികളിൽ നിന്ന് വൻ പിരിവ് പാടില്ലെന്ന് വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി. നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. PTA എന്നത് സ്കൂൾ ഭരണസമിതിയായി കാണരുതെന്നും ജനാധിപത്യപരമായി വേണം PTA പ്രവർത്തിക്കാൻ എന്നും വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞു. വിദ്യാർത്ഥികളിൽ നിന്ന് വൻ തുക പിരിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടു. ഇത് അംഗീകരിക്കാനാവില്ലെന്നും മന്ത്രി വ്യക്തമാക്കി. PTA ഫണ്ട് എന്ന പേരിൽ സ്കൂളുകളിൽ വിദ്യാർത്ഥികളിൽ നിന്ന് വൻ തുക ഈടാക്കുന്നത് അനുവദിക്കില്ല. സർക്കാർ നിശ്ചയിച്ച ചെറിയ തുകയെ വാങ്ങാവൂ. നിർബന്ധപൂർവ്വം വിദ്യാർത്ഥികളിൽ നിന്ന് വൻ പിരിവ് പാടില്ല. അൺഎയ്ഡഡ് സ്കൂളുകളിൽ പ്രവേശനത്തിന് വലിയ തുക വാങ്ങുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. സംസ്ഥാനത്ത് ഏകീകൃത ഫീസ് നിർണയം നിലവിലുണ്ട്. ഇത് വേണം എന്ന നിലയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. വൻ തുക വാങ്ങുന്ന ചില സ്കൂളുകൾ അംഗീകാരം പോലും ഇല്ലാത്തവയാണ്. ചില അൺഎയ്ഡഡ് സ്കൂളുകൾ TC തടഞ്ഞു വയ്ക്കുന്നതായി പരാതിയുമുണ്ട്. TC ഇല്ലാതെ തന്നെ ഇത്തരം കുട്ടികൾക്ക് എയ്ഡഡ് സ്കൂളുകളിൽ പ്രവേശനം നൽകും. എൻട്രൻസ് കോച്ചിംഗ് സെന്ററുകളിൽ അമിത ഫീസ് ഈടാക്കുന്നതായി വ്യാപക പരാതിയുണ്ട്. അൺഎയ്ഡഡ് സ്കൂളുകളിൽ അമിത ഫീസ് വാങ്ങുന്നുവെന്നും പരാതിയുമുണ്ട്. രക്ഷിതാക്കൾക്ക് അമിത സാമ്പത്തിക ഭാരം അനുഭവിക്കേണ്ടി വരുന്നു. ഫീസ് കുടിശ്ശിക ആകുമ്പോൾ TC നൽകാതെ വരുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ഈ വിഷയത്തിൽ സർക്കാർ കർശന ഇടപെടൽ നടത്തണമെന്നും മന്ത്രി പറഞ്ഞു.